വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ലവോദിക്ക സഭയെക്കുറിച്ചുള്ള ദൈവിക സന്ദേശം നമുക്ക് വായിപ്പാനായിട്ട് സാധിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ലവോദിക്ക പട്ടണത്തെ സംബന്ധിച്ചാണ്. ലവോദിക്ക സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനമാണ് ഈ വെളിപ്പാട് പുസ്തകം 3-14 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തെ ലേഖനം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതി, കൊലോസി ലേഖനം 4:16 നമ്മൾ കാണുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ ലേഖനം ആത്മവിവശതയിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നിന്ന് കണ്ട് എഫസോസിൽ വന്ന് എഴുതി. ഫിലാദൽഫിയയിൽ നിന്ന് ഏകദേശം 40 മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ലവോദിക്ക. BC 250 സിറിയൻ രാജാവായ അന്ത്യോക്യസ് രണ്ടാമൻ തൻ്റെ ഭാര്യയായ ലവോഡിയസിൻ്റെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി ഈ പട്ടണത്തെ പുതുക്കിപ്പണിത്. അതിന് ലവോദിക്കി എന്ന പേര് നൽകി. ലവോദിക്ക പട്ടണം ലോകത്തിൽ പേരെടുത്ത ഒരു വ്യവസായ കേന്ദ്രം ആയതിനാൽ ബാങ്ക് ഇടപാടുകൾക്ക് വളരെ പ്രസിദ്ധമായിരുന്നു. AD 66 ഉണ്ടായ ഭൂകമ്പത്താൽ ഈ നഗരം ഉന്മൂലനാശമായി തീർന്നു. തുടർന്ന് റോമൻ ക്ലൗദിയോസ് കൈസർ തൻ്റെ ഭൂകമ്പ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുത്ത് ഈ പട്ടണത്തെ പുതുക്കിപ്പണിയുവാൻ തയ്യാറായിരുന്നു. എങ്കിലും ലവോദിക്കയിലെ സമ്പന്നരായ പൗരന്മാർ അത് പുച്ഛിച്ചു തള്ളുകയും അവരുടെ സ്വന്തം പണം കൊണ്ട് പട്ടണത്തെ പൂർവാധികം ഭംഗിയാക്കി പണിതുയർത്തുകയും ചെയ്തു. ലോകത്തിലെ ധനിക രാജ്യങ്ങളിൽ ഒന്നാണ് ലവോദിക്ക പട്ടണം. തുണിത്തര നിർമ്മാണത്തിൽ പ്രസിദ്ധിയാർജിച്ച നഗരമാണ് ഇത്. ഒന്നാന്തരം കമ്പിളി രോമങ്ങൾ വളർത്തുന്ന ധാരാളം ആടുകളെ നഗരത്തിൻ്റെ വിവിധ വശങ്ങളിൽ മേയിച്ച് വളർത്തിയിരുന്നു. വസ്ത്രത്തിൻ്റെ ആഡംബരത്തിൽ മതിമറന്നുപോയ ലവോദിക്ക ജനം ആത്മീക നഗ്നതയെപ്പറ്റി ബോധമില്ലാത്തവർ ആയിരുന്നു. ലവോദിക്ക നഗരം ഒരു വൈദ്യശാസ്ത്ര കേന്ദ്രം അഥവാ മെഡിക്കൽ കേന്ദ്രമായിരുന്നു. കാര്യൻ ദേവൻ്റെ ക്ഷേത്രത്തിൽ വൈദ്യശാസ്ത്രം അഭ്യസിച്ചിരുന്നു. അവിടുത്തെ പ്രസക്തി ആർജിച്ച വൈദ്യന്മാരുടെ പേരുകളിൽ നാണയങ്ങൾ തന്നെ പുറത്തിറങ്ങിയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിപ്പാനായിട്ട് സാധിക്കുന്നു. ചെവിക്കും കണ്ണിനും വേണ്ട ലേപനങ്ങൾ ഇവിടെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ ഈ കേന്ദ്രം പ്രസിദ്ധി ആർജിച്ചു വന്നു. ലവോദിക്കയിൽ ദൈവത്തിൻ്റെ സഭ ആര് മുഖാന്തരമാണ് സ്ഥാപിതമായത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നില്ല. എങ്കിലും പൗലോസ് ഇവിടുത്തെ വിശ്വാസികളുമായി നേരിട്ട് അറിയാവുന്നവരാണ്, ബന്ധമുണ്ടായിരുന്നു എന്ന് കൊലോസി 2:1 പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നു. പൗലോസ് എഫസോസിൽ താമസിക്കുമ്പോൾ തൻ്റെ സന്തത സഹചാരിയായ എപ്പപ്രാസ് മുഖാന്തരം ലവോദിക്ക സഭ സ്ഥാപിതമായി എന്നും വിശ്വസിക്കപ്പെടുന്നു. കൊലോസ്യർ ലേഖനം 1:6-7 വാക്യങ്ങൾ 4:12. പൗലോസ് ലവോദിക്കയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ പാസ്റ്റർ അല്ലെങ്കിൽ മൂപ്പനായിരുന്നു അർക്കിപ്പോസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തെയും ദൈവിക മൂല്യങ്ങളെയും മാനിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭൗതികതയും ലോകമയങ്ങളും വർദ്ധിച്ചു വന്നു ലവോദിക്കയിൽ. ഈ സഭയിൽ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള ക്രിസ്തു നോക്കുമ്പോൾ യാതൊരു നന്മയും ഈ സഭയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് ലവോദിക്ക തുർക്കിയുടെ കയ്യിലാണ്. എസ്കി ഹിസാർ എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ ആരും തന്നെ ഈ പട്ടണത്തിലില്ല. മുസ്ലിം പള്ളികളും ബാങ്ക് വിളികളും മാത്രമാണ് ഇവിടെ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 3:14 വാക്യം തൊട്ട് പഠനത്തിന് ആരംഭിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.